ഷാജിയല്ലേ? ആ, നീ എന്താ ഇവിടെ? പ്രശ്നമുണ്ടൊക്കെ വന്നല്ലോ സാറേ, എനിക്കൊന്ന് സംസാരിക്കണം. നിക്ക്. നിന്റെ വക്കാലത്ത് എടുക്കാനാണെങ്കിൽ ഷാജി നടക്കൂല കേട്ടോ. സാറേ സഹായിക്കണം സാറേ. പറ്റൂല ഷാജി. നീ ആദ്യം പോലീസിൽ പോയി പിടികൊടുക്കാൻ നോക്ക്. കാര്യങ്ങൾ വെറുതെ സീരിയസ് ആവും. ന്യൂസിലെല്ലാം വന്ന് കേരളം മൊത്തം ഇപ്പം നിന്നെ അറിയാം. നീ പോ ചെല്ല്. ഇല്ല സാറേ, എനിക്ക് പിടികൊടുക്കാൻ പറ്റത്തില്ല സാറേ. ആ, എന്നാൽ നീ അനുഭവിക്കും. അങ്ങനെ പഠിച്ചാൽ മതി. അല്ലെങ്കിലും എടുത്ത് അറുത്ത് കൊന്നിട്ട്. സാറേ ഞാൻ കൊന്നിട്ടില്ല, എനിക്കങ്ങനെ ആരെയും കൊല്ലാൻ പറ്റത്തില്ല സാറേ. ദിവസവും കോഴികളെ അറുത്ത് കൊല്ലണം, നിനക്ക് ആരെയും കൊല്ലാൻ പറ്റത്തില്ലെന്ന്. നീ ഇത് വേറെ എവിടെയെങ്കിലും പോയി പറ. ചെല്ല്. കോഴിയെ തിന്നുന്ന നിങ്ങളുള്ളതുകൊണ്ടാണ് സാറേ കോഴിയെ കൊല്ലുന്ന ഞങ്ങളുണ്ടാവുന്നത്. നിങ്ങൾ നാളെ മനുഷ്യനെ തിന്നുമ്പോഴേ ഞങ്ങൾക്ക് മനുഷ്യനെ കൊല്ലേണ്ടി വരുള്ളൂ. അല്ലെങ്കിൽ അത് വേറെയാണ് സാറേ. ചെയ്യാത്ത കുറ്റത്തിന് എങ്ങനെയാണ് സാറേ ഞാൻ? സാറേ ഈ റോഡിൽ നടക്കുന്ന ആക്സിഡൻ്റ് എല്ലാം ഡ്രൈവറിൻ്റെ കുറ്റം കൊണ്ടാണോ? സാറിൻ്റെ വണ്ടിയുടെ മുമ്പിൽ ഒരുത്തം വന്ന് ചാടിയാൽ സാറ് കുറ്റക്കാരനാവോ? ഞാൻ കൊന്നിട്ടില്ല സാറേ. എനിക്ക് അറിഞ്ഞൂടാ. അവൻ വന്ന് വീണപ്പം എൻ്റെ കയ്യിൽ കത്തി ഉണ്ടായിരുന്നു. ഞാൻ അവനെ പിടിച്ചതാണ് സാറേ. സാറിന് എന്നെ സഹായിക്കാമോ? സാറാണ് സാറേ എൻ്റെ അവസാനത്തെ പ്രതീക്ഷ. ഷാജി, നീ പറയുന്നത് ചിലപ്പോൾ സത്യമായിരിക്കും. പക്ഷേ പ്രശ്നം അതല്ല. നീ വെട്ടിയെന്ന് 1-2 പേരല്ല സാക്ഷി പറയുന്നത്. ഈ നാട്ടുകാർ മുഴുവൻ സാക്ഷി പറയും. ഇത്രയും പേരുടെ മുന്നിൽ വെച്ച് വെട്ടിയതും. അതിപ്പം നീ പറയുന്ന പോലെ അബദ്ധമോ അപകടമോ എന്തോ ആയിക്കോട്ടെ. പക്ഷേ അത് കഴിഞ്ഞ് നീ നാട്ടുകാരെ കത്തി വീശിയാണ് രക്ഷപ്പെട്ടത്. പിന്നെ ഇപ്പോൾ അറിഞ്ഞതാണ് നീ പോലീസുകാരെ തല്ലി കൊല്ലാൻ നോക്കി, എന്നിട്ട് അവിടെ രക്ഷപ്പെട്ടു. പിന്നെ പോലീസുകാരെ വെറുപ്പിച്ച പാടാണ്. അവന്മാർ പൂട്ടിക്കളയും. എനിക്കറിയില്ല ഷാജി, ഞാൻ വേണം നിനക്ക് വേണ്ടി വാദിക്കാം, ശിക്ഷയിളവ് വരുത്താനും നോക്കാം. പക്ഷേ നീ വലിയ പ്രതീക്ഷയൊന്നും വെക്കണ്ട. ഞാൻ അറിഞ്ഞിടത്തോളം ഒരു സാധ്യതയില്ല. സാറേ ഞാൻ പിടികൊടുത്ത എന്നെ പിടിച്ച രക്ഷപ്പെടത്തില്ലെന്ന് ഉറപ്പാണോ? ഒരു സാധ്യതയില്ല ഷാജി. എനിക്ക് പിടികൊടുക്കാൻ പറ്റത്തില്ല സാറേ. പിടിക്കാൻ സമ്മതിക്കൂല. കാരണം ഞാൻ പിടികൊടുത്താൽ ഞാൻ ഒരു കൊലപാതകയായി. ഇല്ല സാറേ, എൻ്റെ മോളൊരു കൊലപാതകയുടെ മോളായിട്ട് ജീവിക്കാൻ പാടില്ല. ഞാൻ ഒരു തെറ്റും ചെയ്തില്ല സാറേ, ചെയ്തിട്ടില്ല. ഞാൻ പിടികൊടുക്കൂല. സാറേ ഉറപ്പാണല്ലോ അല്ലേ?